Good evening. This is All India Radio breaking news. As our country has marked a historic victory in the war, the Prime Minister has announced a week-long jubilation that will commence this week across every part of the country. Here ends the breaking news. ഇത്രയും ദിവസം മനസ്സിൽ എന്തോ ഒരു ഭാരമായിരുന്നു. തിരികെ വരാൻ സാധിക്കുമെന്ന് പോലും വിചാരിച്ചതല്ല. നമ്മൾ ഓരോ സന്ദർഭത്തെയും സമയോചിതമായി നേരിട്ടതുകൊണ്ട് എല്ലാം ഭംഗിയായി. രാഘവേട്ടാ, ചേട്ടൻ പറഞ്ഞതാ ശരി. ഒരു പ്രത്യേക സന്തോഷം. നമുക്കൊന്ന് അടിച്ചു പൊളിച്ചാലോ? അതെ അതെ, നിങ്ങൾ ആഘോഷിക്കടാ മക്കളെ. കബഡി കബഡി വിസിൽ ബിഗിൽ ബോം, വിസിൽ ബിഗിൽ കബഡി കബഡി വിസിൽ ബിഗിൽ ബോം. രട്ട ഒരു മൈൻഡ് നമ്പർ ലിട്ട ഫുൾ പവർ ജിഗർ. രണ്ട് കാലം വെച്ച് രണ്ട് കൈയും വെച്ച് കവറ് കിഴിഞ്ഞ് തവറ് കിണിഞ്ഞ് ഗ്യാപ്പില് തപ്പില് ലാക്കില് നോക്കിയപ്പോ സാക്കില് പോക്കല് ലോക്കില് വീണപ്പോ തിക്കല് തപ്പല് വിക്കല് മുക്കല് നക്കലടിക്കല് സിക്കലടിക്കല് തൊട്ടത് നട്ടത് വിട്ടത് സുട്ടത് അട്ടത് വെട്ടത് ഇട്ടത് പൊത്തല്. വിസിൽ ബിഗിൽ കബഡി കബഡി വിസിൽ ബിഗിൽ ബോം ബോം ബോം. രാഘവേട്ടോയ്, എന്തു പറ്റി? വലിയ ആലോചനയിലാണല്ലോ. ഒന്നുമില്ല പ്രകാശ്. ഇത്രയും നേരം ഇവിടെ അടിച്ചു പൊളിച്ചിട്ട് പെട്ടെന്ന് എന്താ ആ ഭാവമൊക്കെ അങ്ങ് മാറിയേ? അത് പ്രകാശിന് അറിയില്ലേ പ്രകാശേ? 2 ദിവസം കഴിഞ്ഞാൽ തിരുവോണമാണ്. ആ സന്തോഷങ്ങളിൽ നിന്നൊക്കെ മാറി നമ്മൾ എത്രയോ അകലെയാണ്. അതോർത്തപ്പോൾ ഇങ്ങനെ. അത് ശരിയാണല്ലോ രാഘവേട്ടാ. എൻ്റെ വീട്ടിൽ ഇപ്പോഴേ ഓണക്കോടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. തിരുവോണത്തിൻ്റെ അന്നില്ലേ, നേരം പുലരാൻ കാത്തിരിക്കും. ആ കറികളുടെയും പായസത്തിൻ്റെയൊക്കെ മണമുണ്ടല്ലോ. ഓ, ആ ഓർമ്മകൾക്ക് പോലും എൻ്റെ രാഘവേട്ടാ എന്തൊരു സുഗന്ധമല്ലേ. ഈ സൈനിക ജീവിതത്തിൽ നമുക്കൊരാശ്വാസം ആ ഓർമ്മകളല്ലേ പ്രകാശ്? എൻ്റെ മോള് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അവള് ചോദിച്ചു, അച്ഛൻ ഈ ഓണത്തിനെങ്കിലും വരില്ലോ. ഞാനതിനെന്ത് മറുപടി പറയും?
राघवन साहब, ये ओणम कटाया से संबंधित कोई फेस्टिवल है क्या? ഏയ്, ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട ഉത്സവം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഈ ഓണക്കാലത്ത് ടെലിവിഷനിലും മറ്റും അത് പാട്ടായും കഥകളായും കാണാറുമുണ്ട്. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കള്ളവും ചതിയുമില്ലാത്ത കേരളം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് മഹാബലി. അദ്ദേഹത്തിൻ്റെ ദാനധർമ്മങ്ങളെക്കുറിച്ചറിഞ്ഞ മഹാവിഷ്ണു മഹാബലിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരിക്കൽ മഹാബലി ചക്രവർത്തി ഒരു യാഗം നടത്തുകയായിരുന്നു. മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ ആ യാഗസ്ഥലത്തെത്തുകയും തനിക്ക് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് ആവശ്യപ്പെടുകയും ചെയ്തു. ദാനധർമ്മിയായ മഹാബലി ചക്രവർത്തി മറ്റൊന്നും ആലോചിക്കാതെ ആവശ്യമുള്ള മണ്ണ് അളന്നെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, വാമനൻ വാനോളം വലുതാവുകയും ആദ്യത്തെ ചുവടുകൊണ്ട് ആകാശവും രണ്ടാമത്തെ ചുവടുകൊണ്ട് ഭൂലോകവും അളന്നെടുത്തു. 3-ാമത്തെ ചുവട് ഞാൻ എവിടെ വയ്ക്കുമെന്ന് മഹാബലി ചക്രവർത്തിയോട് വാമനൻ ചോദിച്ചു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് തിരിച്ചറിഞ്ഞ മഹാബലി കൊടുത്ത വാക്ക് പാലിക്കാനായി 3-ാമത്തെ ചുവട് വയ്ക്കാൻ തൻ്റെ ശിരസ് താഴ്ത്തിക്കൊടുത്തു. 3-ാമത്തെ ചുവട് തൻ്റെ ശിരസിൽ വയ്ക്കുന്നതിന് മുൻപ് മഹാബലി ഒരാവശ്യമറിയിച്ചു. വർഷത്തിലൊരിക്കൽ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ കാണാൻ വരാനുള്ള അനുവാദം തരണമെന്ന് മഹാവിഷ്ണുവിനെ അറിയിച്ചു. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് വാമന രൂപത്തിലുള്ള മഹാവിഷ്ണു മഹാബലി ചക്രവർത്തിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. കണ്ടില്ലേ? അങ്ങനെ മഹാബലി ചക്രവർത്തി തൻ്റെ പ്രജകളെ കാണാൻ വരുമെന്ന പ്രതീക്ഷ കൂടിയാണ് ഓണാഘോഷത്തിൻ്റെ പിന്നിലുള്ളത്. ഈ ഓണക്കാലത്ത് കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നൃത്തരൂപമുണ്ട്, കൈകൊട്ടിക്കളി. നല്ല രസം അത് കാണാൻ. ടെലിവിഷനിൽ ചിലപ്പോൾ അതുമുണ്ടാകും. ചെന്ന് കാവടിയും നാട് മുരുകന്റെ പുകൾ പാട്
പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ഡാൻസ് കണ്ട ഒരു ഫീൽ എനിക്ക് ആവുന്നുണ്ട്. കൈകൊട്ടിക്കളി മാത്രമല്ല, ഞങ്ങളുടെ ഓണത്തിന് പല പരിപാടികളും ഉണ്ട്. അരേ കിരൺജി, പലതരം പാട്ടുകൾ, കളികൾ, നൃത്തങ്ങൾ, അങ്ങനെ 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 പോകും. രാഹുൽ, നീ നേരത്തെ ചോദിച്ചില്ലേ കൃഷിയുമായി ബന്ധപ്പെട്ട ആഘോഷമാണോ ഓണമെന്ന്? ഓണത്തിന് മുന്നോടിയായി നടക്കുന്ന കൊയ്ത്തുപാട്ടുകളുമെല്ലാം വളരെ പ്രാധാന്യമേറിയതാണ്. കൊയ്ത്തുപാട്ടിൻ്റെ താളം അതൊന്നു വേറെ തന്നെയാണ്.
താളത്തിലാടടി കുഞ്ഞോല്ലെങ്കിൽ തില്ലാന തോറ്റം പാട്ടിന്റെ താളത്തിലാടടി പൂവാല്ലെങ്കിൽ തില്ലാന തോണി പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലെങ്കിൽ തില്ലാന തോറ്റം പാട്ടിന്റെ താളത്തിലാടടി പൂവാല്ലെങ്കിൽ തില്ലാന തോണി പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലെങ്കിൽ തില്ലാന പാട്ടിന്റെ പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിലാണടി തൂവാനെങ്കിൽ തില്ലാന തുള്ളൽ പാട്ടിന്റെ താളത്തിൽ തുള്ളടി താലോല്ലെങ്കിൽ തില്ലാന തമ്പുടി പാട്ടിന്റെ താളത്തിൽ തുള്ളടി നല്ലോല്ലെങ്കിൽ തില്ലാന ആവൂർ പാട്ടിന്റെ താളത്തിലാടടി നാരായണ കിളി തില്ലാന കൊയ്ത്തു പാട്ടിന്റെ താളത്തിൽ പാടടി കൊമ്പേറും കിളി തില്ലാന പുറത്തി പാട്ടിന്റെ താളത്തിൽ തുള്ളടി കുഞ്ഞാറ്റ കിളി തില്ലാന കൊയ്ത്തു പാട്ടിന്റെ താളത്തിൽ പാടടി കൊമ്പേറും കിളി തില്ലാന പുറത്തി പാട്ടിന്റെ താളത്തിൽ തുള്ളടി കുഞ്ഞാറ്റ കിളി തില്ലാന പാട്ടിന്റെ പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോല്ലെങ്കിൽ തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോല്ലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോല്ലെങ്കിൽ തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോല്ലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോല്ലെങ്കിൽ തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോല്ലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോല്ലെങ്കിൽ തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോല്ലെങ്കിൽ തില്ലാന കൊയ്ത്തു പാട്ടും കൊയ്ത്ത് ഡാൻസും സമജ്നെ के लिए മലയാളം പഠിക്കണം, മലയാളി ആകണമല്ലേ? അങ്ങനെയൊന്നുമല്ല എൻ്റെ രാഹുൽ ഭായ്. അത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭാഷയ്ക്കുമപ്പുറം ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ് ഞങ്ങളുടെ പല കലാരൂപങ്ങളും. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഞാൻ പറഞ്ഞാ മതിയാ? ആ സുരേഷ് വാ. ഇനിയുണ്ട് ഒരുപാട് കലാരൂപങ്ങളും കളികളും. ആലപ്പുഴക്കാരനായ ഞാനല്ലാതെ പിന്നെ ആര് പറയാനാ, അല്ലേ രാഘവട്ടാ? അതെ, ഓണക്കാലത്ത് വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് കേരളീയരുടെ സ്വന്തം വള്ളംകളി. ഓ, ബോട്ട് റേസ്, വള്ളംകളി. അതെ, കേരളത്തിന്റെ തനതായ ഒരു ജലോത്സവമാണ് വള്ളംകളി. ആ വള്ളംകളി ഇപ്പോൾ ഗവൺമെന്റ് ഒരു കായിക ഇനമായി അംഗീകരിച്ചിട്ടുണ്ട്. പലതരം വള്ളങ്ങളും വള്ളംകളിക്ക് ഉപയോഗിക്കും. അതിൽ ചുണ്ടൻ വള്ളമാണ് പ്രധാനം. ഈ വള്ളംകളിയുടെ പാട്ടൊന്ന് കേൾക്കണം രാഹുൽ, അതിൻ്റെ താളമൊന്ന് അറിയണം രാഹുൽ. അതറിയുമ്പോൾ നമ്മളും ജലപ്പരപ്പിലൂടെ ഒഴുകുന്ന പോലെ തോന്നും. ഉന്നമടക്കായൽ, ഈ കുട്ടനാടൻ കായൽ, തുള്ളിയോടും മീനെ, കരിമീനെ നിന്നെ കണ്ട്, കുന്നെല്ലുകൾ കൊയ്തുവാ താമര കണ്ണാളെ, പൂമാരനെ കണ്ടുവോ കാവിനരികെ, മണിമഞ്ചാടിച്ചോ പുള്ള നാണം കൊണ്ടോ പൊന്നെ പുന്നമടക്കായൽ, കുട്ടനാടൻ കായൽ. അനുരാഗം പൂക്കണതാണേ, അതുമെല്ല പെയ്യണതാണേ, മഴ കാണാൻ നീയും പാറിവാ, കതിരോല പക്ഷി നേരമാ, മേലെ മാനത്തോപ്പിൽ ഇനി എന്നും പൂരക്കാലം, ആനന്ദമായി ചന്തമായി ചെന്തളിർ വാസന്തം, തൂവൽ തൊടും പോലൊരാ ചേരുമരികെ, പുതുകണ്ണാടിച്ചേലുള്ള തീരം തേടാം ദൂരെ. ഓ, വള്ളം കളിയുടെ പാട്ടിന്റെ താളം എത്ര മനോഹരമാണ്.
आपने सही कहा ഇതൊക്കെ ആസ്വദിക്കാൻ ഒരു മലയാളി ആകണമെന്നില്ല. അരേ രാഹുൽ ഭായ്, നിങ്ങളോടത് വിശദീകരിച്ച് തരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഞങ്ങളുടെ മനസ്സേ അങ്ങ് കേരളത്തിൽ എത്തിക്കഴിഞ്ഞു ഭായ്. ഭയ്യ, നമ്മുടെ ക്യാമ്പിൽ മലയാളികൾ ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയിലും മലയാളം പറയാൻ പഠിച്ചത്. അതുപോലെ തന്നെ ഓണം ഫെസ്റ്റിവലിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. പറയൂ, ഇനിയും പറയൂ. ഇനി എന്താ ബാക്കിയുള്ളത്? ഇനിയുണ്ടോ കുറേ കാര്യങ്ങൾ? പിന്നെ പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അതിൽ പ്രധാനിയാണ് ഓണസദ്യ. അവസരം കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും നാട്ടിലേക്ക് വരും. പൂക്കളവും ഓണസദ്യയും ഓണക്കളികളുമായി നമുക്ക് അടിപൊളിയായി ഓണം ആഘോഷിക്കാം. ഓണക്കളികളോ? അതെന്താ? എൻ്റെ ബായ്, ഈ ഓണക്കളികളെ കുറേ അധികമുണ്ട്. ഉറിയടി, കുമ്മാട്ടിക്കളി, പുലികളി, വടംവലി, അങ്ങനെ ഒത്തിരി. നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന, പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലാട്ടോ ഇതിൽ പല കളികളും. ഈ പുലികളിയും വടംവലിയും എല്ലാം ഞങ്ങൾക്ക് കൂടി പഠിപ്പിച്ച് തരാമോ? അല്ല കിരൺ ഭായ്, അപ്പം അതേപ്പറ്റി രാഘവേട്ടനൊന്നും പറഞ്ഞില്ലേ? നമ്മുടെ ക്യാമ്പിലെ മലയാളികളുടെ ആവശ്യപ്രകാരേ നമ്മുടെ അടുത്തുള്ള മലയാളി അസോസിയേഷൻ പുലികളി അവതരിപ്പിക്കാൻ ഇവിടേക്ക് വരുന്നുണ്ട്. നമുക്ക് പുലികളിയും കാണാം. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടി വടവും വലിക്കാം. അപ്പോ പുലികളി എല്ലാരും കണ്ടില്ലേ? ഇനി നമുക്ക് വടം വലിച്ചാലോ? സുരേഷേ, ആ വടം ഇങ്ങ് കൊണ്ടുപോവാ. കമ്പകുട്ടിക്കറി കാണാൻ പോയവരൊക്കെ പറഞ്ഞ വടം വലി കണ്ട കൈ ഞരമ്പ് വലിഞ്ഞു തെളിഞ്ഞൊരു ഡുമ്പു കണക്കെ പിടിച്ചത് കണ്ട. കമ്പകുട്ടിക്കറി കാണാൻ പോയവരൊക്കെ
വലി കണ്ട കയ്യിൽ ഞരമ്പ് വലിഞ്ഞു തെളിഞ്ഞൊരു ഡുങ്കു കണക്ക് പിടിച്ചത് കണ്ട കമ്മക്കൊട്ടിക്കേറി കാണാൻ പോയവരൊക്കെ പറഞ്ഞ വടം വലി കണ്ട കയ്യിൽ ഞരമ്പ് വലിഞ്ഞു തെളിഞ്ഞൊരു ഡുങ്കു കണക്ക് പിടിച്ചത് കണ്ട സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ. ഈ കളികളെല്ലാം നിങ്ങളുടെ നാട്ടിൽ നല്ല രസമുണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല. ഓണക്കളികളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആൽബം സോങ്സും റീൽസും ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഓണമായാൽ ഒരു ആൽബം സോങ് ഷൂട്ടെങ്കിലും നാട്ടിൽ കാണാൻ പറ്റാറുണ്ട്. ദേ ഇത് കണ്ടോ, നാട്ടിൽ നടക്കുന്ന ഒരു ആൽബം ഷൂട്ട് എൻ്റെ മകൾ ഇന്നലെ വീഡിയോ എടുത്ത് അയച്ചു തന്നതാ. പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ ചുണ്ടേ ചുണ്ടേ റോൾ ക്യാമറ ആക്ഷൻ. മുടിമേലെ മണ പറക്കണം മലയാളക്കരയിളക്കണം വിളമ്പാനായില നിരക്കണം ഒരു ജീവ മിനിഞ്ഞിവാ പൊസിഷൻ ചേഞ്ച്. Dancers ready? Roll camera. Action. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മലബാറും വള്ളത്തുടിയിൽ കൊല്ലമലപ്പുഴ പത്തനംതിട്ടയും കട്ടപ്പൊരുമി കുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം വട്ടത്തിടുക്കി തൃശ്ശൂർ പേരിലും മൊത്തക്കാരകളും ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മലബാറും വള്ളത്തുടിയിൽ കൊല്ലമലപ്പുഴ പത്തനംതിട്ടയും കട്ടപ്പൊരുമി കുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം വട്ടത്തിടുക്കി തൃശ്ശൂർ പേരിലും ലക്ഷത്തിടുക്കി വള്ളത്തിലേറെയും നിറപറ നിറയ്ക്കണ നിറവാണല്ലോ പെട്ടപ്പെട്ട വട്ടം വലിക്കണ രസമാണല്ലോ മുടിമേലെ മണം പറക്കണം മലയാളക്കരയിളക്കണം വിളമ്പാനായില നിരക്കണം ഒരു ജീവ മിനിഞ്ഞിവാ ഏത് മൂഡ് ഏത് മൂഡ് ചേഞ്ച്. ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് Roll camera. ഏത് മൂഡ് 5, 6, 7, go. ഏത് മൂഡ് 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 Cut. Back up. राघवन साहब, आपका फोन है. यस सर. राघवन, हाँ एक बात बोलो. जी सर. ओणम मनाने के लिए तुम लोग को छुट्टी मिल गया है. जी सर. अब खुश है ना? ओके सर. ओके. ओके. जय हिंद साहब. എന്തിനാ കേട്ടാ? നമ്മൾ യുദ്ധം ജയിച്ചതിന്റെ പേരിൽ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ അവധി കിട്ടിയിരിക്കുന്നടാ മക്കളെ.
അങ്ങനെ ഓണം ആഘോഷിക്കാൻ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി. മെയിൽ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എന്താ ഈ മെസ്സേജ്? രാഘവേട്ട, ദേ നമ്മുടെ ഫ്രണ്ട്സും നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന്. എന്താന്ന്? അപ്പം അവർ നമുക്ക് മുമ്പേ എത്തിയോ? അവർ വരുന്നതിനെ കുറിച്ച് വല്ലതും ആ മെസ്സേജിലുണ്ടോ? ഓ അതോ, ഇത്തവണത്തെ ഓണം ആഘോഷിക്കാനും പിന്നെ അത്തച്ചമയം കാണാനും നമ്മുടെ ഉപരാഷ്ട്രപതി എത്തുന്നുണ്ടെന്ന്. പിന്നെ സുരക്ഷയുടെ ഭാഗമായി കമാൻഡോ വിംഗും ഉണ്ടാകുമെന്നാണ് മെയിലുള്ളത്. ആ കറക്റ്റ് സമയത്താണ് അവർ നമ്മളുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തച്ചമയം കാണാൻ വന്നിരിക്കുന്ന ഉപരാഷ്ട്രപതിയോടൊപ്പം അവരും കാണും. വരൂ, നമുക്ക് അവരെ കണ്ടതിന് ശേഷം ഓണം ആഘോഷിക്കാം. വീടുകളിലേക്ക് പോകാം. ഓണപ്പൂവിളി പൊങ്ങുന്നെങ്ങും ഓരോ കഥ ചൊല്ലി പോരും വഴിയിൽ മുക്കുറ്റി തുമ്പപ്പൂ വല്ലം തരുവാൻ മാലയക്കാറ്റേ നീ കൂടെ വരുമോ? ഊഞ്ഞാലിട്ടാടിയിടും ഇളവയിൽ ചിരിയുമാ ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിന്റെ ഉള്ളം നിറയെ. ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിന്റെ ഉള്ളം നിറയെ. ഓണപ്പൂവിളി പൊങ്ങുന്നെങ്ങും ഓരോ കഥ ചൊല്ലി പോരും വഴിയിൽ. മഴമുകിൽ ചേല മാറ്റി നിന്നും ചേലോടെ നറുവയിൽ കോടി ചുറ്റി പൊന്നിൻ ആകാശം. മനസ്സുകൾ ഒന്നായി കൈകൊട്ടി പാടും ചെണ്ടച്ചെന്നിയ കേട്ട് കായൽ തിളക്കത്തിൻ കരത്തൊരു താളം പിടിച്ചാടി കളിച്ചിടും ഓലം കിലുക്കങ്ങൾ പകർന്നൊരു വീരൽ. ഓണം മുറിച്ചെത്തി കുതിച്ചൊരു ചുണ്ടൻ തുടങ്ങിയിടും ഈ വീരന് നീളും നില കണ്ണാലെ നോക്കിയോളാരോ. ഈ നല്ല നേരം നമ്മൾ തരുമ്പോ കുറുമ്പോ പകുത്തു നുകർന്നു ചേരുമ്പോൾ കണ്ണീരും കൽക്കണ്ടം സ്നേഹങ്ങളെ. ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിന്റെ ഉള്ളം നിറയെ. ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിന്റെ ഉള്ളം നിറയെ. ഓണപ്പൂവിളി പൊങ്ങുന്നെങ്ങും ഓരോ കഥ ചൊല്ലി പോരും വഴിയിൽ. മഴമുകിൽ ചേല മാറ്റി നിന്നും ചേലോടെ നറുവയിൽ കോടി ചുറ്റി പൊന്നിൻ ആകാശം. മനസ്സുകൾ ഒന്നായി കൈകൊട്ടി പാടും ചെണ്ടച്ചെന്നിയ കേട്ട് കായൽ തിളക്കത്തിൻ കരത്തൊരു താളം പിടിച്ചാടി കളിച്ചിടും ഓലം കിലുക്കങ്ങൾ പകർന്നൊരു വീരൽ. ഓണം മുറിച്ചെത്തി കുതിച്ചൊരു ചുണ്ടൻ തുടങ്ങിയിടും ഈ വീരന് നീളും നില കണ്ണാലെ നോക്കിയോളാരോ. ഈ നല്ല നേരം നമ്മൾ തരുമ്പോ കുറുമ്പോ പകുത്തു നുകർന്നു ചേരുമ്പോൾ കണ്ണീരും കൽക്കണ്ടം
പ്രിയരെ, ഒരിക്കൽ കൂടി നിങ്ങളെ കാണുവാൻ കഴിഞ്ഞതിൽ നാം അതിയായി സന്തോഷിക്കുന്നു. നിങ്ങൾ ഒത്തൊരുമയോടെ നിന്ന് ജാതിഭേദമന്യേ നമ്മുടെ ദേശത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കണം. ഓണത്തിൻ്റെ സന്തോഷവും ആനന്ദവും എല്ലാവർക്കും നാം നേരുകയാണ്. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഓണം നാം ആശംസിക്കുന്നു.